കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചിപ്പിലിത്തോട് തളിപ്പുഴ ബൈപ്പാസ് പദ്ധതി പ്രദേശം സന്ദർശിച്ച പ്രിയങ്ക ഗാന്ധി എം പി. ടെൻഡർ നടപടികളിലെ വീഴ്ചകൾക്കെതിരെ വ്യാപക വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. ജനങ്ങളുടെ ആശങ്കയകറ്റി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിനാവശ്യമായ ഇടപെടൽ കേന്ദ്രമന്ത്രിതലത്തിൽ നടത്തുമെന്ന് പ്രിയങ്ക ഗാന്ധി ഉറപ്പു നൽകി. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് പദ്ധതി വരുന്നത്. ചുരം വളവുകളില്ലാതെ എളുപ്പത്തിൽ വയനാട്ടിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് നിർദ്ദിഷ്ട പദ്ധതി. ചുരത്തിലെ ബൈപ്പാസ് ഉൾപ്പെടെ കോഴിക്കോട് കൊള്ളകൽ ദേശീയപാത, കോഴിക്കോട് മലാപ്പറമ്പ് വയനാട് മുത്തങ്ങ വരെ 4 വരി പാതയാക്കുന്നതിനുള്ള DPR തയ്യാറാക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ ടെൻഡർ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും ആരംഭിക്കാതെ കിടക്കുമ്പോഴാണ് പുതിയ ടെൻഡർ നടപടിയുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രംഗത്ത് വന്നത്. ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമായ നിർദ്ദിഷ്ട താമരശ്ശേരി ചുരം ബൈപ്പാസ് എത്രയും വേഗം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ കഴിയുമ്പോഴാണ് നിലവിലെ ടെൻഡർ ഒഴിവാക്കി പുതിയ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. ചുരത്തിനെ ചുരമായി തന്നെ നിലനിർത്തി അതിന്റെ ഡെൻസിറ്റി കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ചെറിയ ബൈപ്പാസ്, കുറഞ്ഞ ദൂരത്തിലുള്ള ഒരു ബൈപ്പാസ്, ചുരം റോഡിന്റെ എല്ലാ കടും വളവുകളെയും വളരെ അനായാസം വളവുകളില്ലാതെ ബൈപ്പാസ് ചെയ്തുകൊണ്ടുള്ളതാണ് നമ്മൾ നിർദ്ദിഷ്ട ചിപ്പിലിത്തോട് മരുതലാവ് തളിപ്പുഴ ബൈപ്പാസ്. കോഴിക്കോട് മുതൽ മുത്തങ്ങ വരെ 4 വരി പാതയാക്കി 30 മീറ്റർ വൈഡനിങ് ചെയ്യുന്ന ടോട്ടൽ പ്രൊജക്ടിന്റെ ഭാഗമായി ഒരു ബൈപ്പാസായിട്ട് അംഗീകരിക്കുകയും ആ ബൈപ്പാസിന്റെ DPR ഉണ്ടാക്കുന്നതിന് വേണ്ടി ടെൻഡർ ക്ഷണിക്കുകയും ചെയ്ത സാഹചര്യമാണ് ഉള്ളത്. ജനങ്ങളുടെ ആശങ്ക അകറ്റി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ട ഇടപെടൽ കേന്ദ്ര മന്ത്രിതലത്തിൽ നടത്തുമെന്ന് പ്രിയങ്ക ഗാന്ധി ഉറപ്പ് നൽകി. I had already spoken to the minister regarding this and have written to him as well. So he has instituted a small committee for a study plus a consultancy to explore what is possible here and what is not. So I think what the request is that that more time isn't wasted and they do this fast, and I will definitely request for it. സംസ്ഥാനത്ത് ഏറ്റവും ഗതാഗത തിരക്കുള്ള ഈ ദേശീയപാതയുടെ നവീകരണ വിപുലീകരണ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് ദേശീയപാത അധികൃതർ ആദ്യം നൽകിയ ടെൻഡർ അംഗീകരിക്കാതെ പുതിയ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.